നമസ്കാരം. ഇന്ന് ഒരു റിവ്യൂ ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാതൽ ദ കോർ ഇഷ്ടപ്പെടാൻ കാരണവും അത് റിവ്യൂ ചെയ്യേണ്ട ഒരു പ്രശ്നവും വന്നത്, ഈ ചിത്രത്തെപ്പറ്റി പലരും പലതരം അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ ഈ ചിത്രം കാണുകയും കാതൽ എന്ന് നമ്മൾക്ക് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നുന്നത് തമിഴ് വാക്കാണ്. തമിഴ് വാക്കാണ് കാതൽ. പലതരം സിനിമകൾ വരെ അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക തന്നെ ആ സിനിമയും ആ സിനിമയുടെ പാട്ടുകളും ഒക്കെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കാതൽ എന്ന ഈ മലയാള ചിത്രം നമ്മുടെ മുമ്പിൽ. ഇതിന്റെ കണ്ടന്റ് തന്നെ വളരെ വ്യത്യസ്തം, ഒരു പുതുമ നിറഞ്ഞ കണ്ടന്റാണ് സംവിധായകൻ ഉപയോഗിച്ചത്. കാതൽ ദ കാമ്പ്. നമ്മൾക്ക് തടിയുടെയൊക്കെ കാമ്പ് എന്ന് പറയത്തില്ലേ, അത് വേണേ കാതൽ, സത്യം എന്ന് വേണേലും നമുക്ക് പറയാം. ഈ സിനിമ ഒരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച കണ്ണാടി. പക്ഷെ ജീവിതത്തെ അതേപടി പകർത്തി ഒരു സിനിമയിലേക്ക് വിടുക എന്ന് പറഞ്ഞത് ഒരു സിനിമാറ്റിക് അവതരണമാവില്ല. ഒരു സിനിമയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിന്റെ സത്യങ്ങൾ വിളിച്ചു പറയുകയും ആസ്വാദകന് അത് ആസ്വദിക്കാൻ കഴിയുന്ന കലാപരമായ അംശങ്ങൾ കൂടി ചേർത്ത് വിടുമ്പോൾ മാത്രമാണ് സിനിമ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ സിനിമ 100% വിജയകരമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പല കുടുംബങ്ങളിലും പല പല നീറുന്ന പ്രശ്നങ്ങളിലേക്ക് എല്ലാവരും സ്നേഹത്തിന്റെ പേര്, കാതലിന്റെ പേര്, കാമ്പിന്റെ പേര് സഹിച്ച് ജീവിക്കുക. കാരണങ്ങൾ പലതാകാം ഓരോരുത്തർക്കും. പക്ഷേ അവർ സഹിച്ച് ജീവിക്കുക. അവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം ഷോപ്പെട്ടി വീടാകുന്ന ശവക്കല്ലറയിൽ അടിച്ചു അവർ ജീവിക്കുന്നു. നമ്മുടെ ഈ സമൂഹം, അതാണ് സത്യം. ആ സത്യത്തെ വിളിച്ചു പറയാനും ആ സത്യത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് പുറത്തേക്ക് വരാനും പലർക്കും ഭയമാണ്. ആ ഭയത്തെയൊക്കെ അതിജീവിച്ച് നമ്മുടെ ഈ സിനിമയിലെ കഥാപാത്രം പുറത്തു വരുന്നതാണ് ഇതിന്റെ സിനിമാറ്റിക്. അവിടെ ഇതിന് റീസണുകൾ ഒരുപാട് നമുക്ക് നിരത്തി തരുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ആ റീസൺ ഉപയോഗിച്ച് ആരും സത്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് ആരും മുഴച്ചു നിൽക്കുക, കഥാപാത്രങ്ങളോട് ചേർന്ന് ഒന്നാണ് ഈ സിനിമയിലെ ഏറ്റവും രംഗമായി എനിക്ക്. തിരക്കഥാകൃത്തുകൾ അവരുടെ പാഠവും സംവിധായകന്റെ കഴിവ് എത്രത്തോളം അനുഭവവേദ്യമാക്കാൻ നമുക്ക് ഈ സിനിമ കഴിയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു മഴയുടെ പശ്ചാത്തലത്തിൽ ഈ സിനിമയിലെ പല കഥാപാത്രങ്ങളുടെയും വേദന, കണ്ണീര് സംവിധായകൻ പ്രേക്ഷകർക്ക് മുമ്പിൽ അലിയിച്ചു തരുന്ന ആ രംഗം വളരെ ഹൃദയസ്പർശം തന്നെയാണ്. ഗാനം സിനിമയോട് ലയിച്ച് ചേർന്ന് നമ്മളെ ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയ്ക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. സുവർഗ അനുരാഗത്തെ പറ്റിയാണ് ഈ സിനിമ പറയുന്നതെങ്കിലും
അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ആ സിനിമയിലേക്ക് അലിഞ്ഞു ചേരുന്നത് സംവിധായകന്റെ ഒരു വിജയമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു പുരോഹിതൻ ഈ സിനിമയെപ്പറ്റി, ഇതിന്റെ പശ്ചാത്തലത്തെപ്പറ്റി പറയുകയുണ്ടായി. ഈ സിനിമയുടെ സംവിധായകനുമായി റിലേറ്റ് ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ ആ പുരോഹിതൻ പറഞ്ഞതുപോലെ ആണ് ഈ സിനിമ ചെയ്യാൻ സംവിധായകൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പുരോഹിതൻ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ നടക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം MD വസുദേവൻ നായർക്ക് ഒരു നിർമാല്യം എടുക്കാൻ പറ്റിയ സാഹചര്യം ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ കലാകാരന്മാർ അവരുടെ പ്രതിഭയെ, അവരുടെ കഥകളെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരുപക്ഷെ സേഫായിട്ടുള്ള സോണുകൾ ഉപയോഗിക്കുക സ്വാഭാവികമാണ്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിനിമ എന്നുള്ള രീതിയിൽ, ഒരു സത്യം എന്നുള്ള രീതിയിൽ ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടാതെ, സത്യത്തെ അറിയാതെ, കാമ്പ് എന്ത്, ജീവിതത്തിന്റെ കാമ്പ് എന്തെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ കാമ്പ് എന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും ജീവിച്ച് മരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ചിത്രം സംവിധായകൻ ഇതിന്റെ എൻഡിങ് അതിമനോഹരമായി തീർത്തതും സംവിധായകനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും അഭിനയിച്ചു എല്ലാവർക്കും